ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, ഈശോയാകുന്ന വചനത്തിലേക്ക്, ഈശോ നൽകുന്ന തിരുവചനത്തിലേക്ക് ഈശോ നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. നമുക്ക് ഒത്തിരി നന്ദിയോടെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ കൊതിച്ചിട്ട് സാധിക്കാത്തവർ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന എത്രയോ പേരാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 17-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ വചനം പ്രസംഗിക്കുന്ന സമയത്ത് കുറേ ആളുകൾ അവൻ്റെ പ്രസംഗം കേട്ട്, അവൻ്റെ വചനം കേട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പൗലോസ്ലീഹ റോമാക്കാരുടെ ലേഖനത്തിൽ പറയുന്നത്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മളിലേക്ക് വിശ്വാസത്തിൻ്റെ സ്വർഗീയ കൃപകൾ വർഷിക്കപ്പെടും. നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, നമ്മുടെ വിശ്വാസം കത്തിജ്വലിക്കും. വിശ്വാസമില്ലാത്തവർക്ക് സ്വർഗം വിശ്വാസം ദാനമായി നൽകും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ നല്ല തമ്പുരാനെ, വചനമാകുന്ന ഈശോയെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ വചനം ഇന്നും ഞങ്ങൾ ശ്രവിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. ഞങ്ങൾക്ക് വിശ്വാസം ദാനമായി നൽകണമേ. ഈശോയെ, സ്വർഗത്തിൽ നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും സ്വീകരിക്കുക സാധ്യമല്ലല്ലോ. ഈ വചന ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈശോയെ, അങ്ങോട്ടുള്ള സ്നേഹം ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ തോമാശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ തോമാശ്ലീഹായെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത് സംശയിക്കുന്ന തോമാശ്ലീഹായെക്കുറിച്ചാണ്. നമ്മൾ സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു സംശയം പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളോടുണ്ടാകുന്ന മറുപടിയും ഒരു പക്ഷേ എങ്ങനെയായിരിക്കും? തോമാശ്ലീഹായുടെ തനി സന്താനം. അങ്ങനെ പറഞ്ഞ് പാവപ്പെട്ട തോമാശ്ലീഹായെ നമ്മൾ ഒരു സംശയക്കാരനാക്കി മാറ്റിയിരിക്കുകയാണ്. പക്ഷേ എനിക്കതിൽ ചെറിയൊരു വിയോജിപ്പുണ്ട് കേട്ടോ. കാരണം POC ബൈബിളിലാണ് തോമസിൻ്റെ സംശയം എന്നൊരു തലക്കെട്ട് എഴുതി വച്ചിരിക്കുക. ഞാൻ പല ഇംഗ്ലീഷ് ബൈബിൾ സെർച്ച് ചെയ്ത് നോക്കി, അവിടെ ഒന്നും തോമസിൻ്റെ സംശയം എന്ന് പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥം ആഴത്തിൽ വായിക്കുമ്പോഴും മനസ്സിലാകുന്നത് വിശുദ്ധ തോമാശ്ലീഹായുടെ സംശയത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. ഈശോ ആകപ്പാട് ഒരു റെഫറൻസ് പറയുന്നത് എന്താണെന്നറിയാമോ? നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പോൾ അവിടെ സംശയമല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ തലത്തിൽ ഒരു ആഴപ്പെടലാണ് നമ്മൾ തോമാശ്ലീഹായിൽ കാണുന്നത്. സാധാരണഗതിയിൽ തോമാശ്ലീഹായുടെ തിരുനാളിന് നമ്മൾ ധാരാളം വായിച്ച് ധ്യാനിക്കുന്ന ദൈവവചനം നമുക്കറിയാമല്ലോ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ 24 മുതലുള്ള തിരുവചനങ്ങളിൽ തോമാശ്ലീഹായുടെ ഒരു ശാഠ്യമാണ് നമ്മളിവിടെ കാണുക. എനിക്കതിനെ എപ്പോഴും ഇഷ്ടം ശാഠ്യം എന്ന് വിളിക്കാനാണ്. അത് സംശയം എന്നതല്ല, മറിച്ച് അത് തോമാശ്ലീഹയുടെ ഒരു ശാഠ്യമാണ്. 2 കാര്യങ്ങളാണ് ഈ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത്, ഈശോയുടെ അടുത്ത് ശാഠ്യം പിടിക്കുന്ന ഒരു തോമാശ്ലീഹ. എന്താണ് ഈ ശാഠ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, നമ്മൾക്കറിയാലോ, മാതാപിതാക്കന്മാരുടെ അടുത്ത് കുട്ടികൾ ശാഠ്യം പിടിക്കും. ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും അടുത്ത് ഇളയത്തങ്ങൾ ശാഠ്യം പിടിക്കും. ശാഠ്യം പിടിക്കുന്ന എപ്പോഴും സ്നേഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുള്ളിടത്താണ് ശാഠ്യം പിടിക്കുവാൻ, ശാഠ്യം പറയുവാൻ പറ്റുക. തോമാശ്ലീഹ ഇവിടെ പറയുകയാണ്, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ആണിപ്പഴുതുകൾ കാണണം. എനിക്ക് ആ ആണിപ്പഴുതുകളിലും ആ തിരുവിലാവിലെ മുറിവിലും വിരലിട്ട് നോക്കണം. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം എന്താ? ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം, എൻ്റെ ഊഹമാണ് കേട്ടോ. ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം. എല്ലാവരും ഉള്ളപ്പം ഈശോയ്ക്ക് വരാമായിരുന്നല്ലോ, ഞാനില്ലാത്തപ്പോൾ എന്തിനാ ഈശോ വന്നത്? ഈശോയോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു സംവാദമായിട്ടാണ് തോമാശ്ലീഹായെ എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു പക്ഷേ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു വചനഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ. അവിടെ ലാസർ മരിച്ച് എന്ന് ഈശോയ്ക്ക് ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈശോ പറയുന്നുണ്ട്, നമുക്ക് പോകാം, നമുക്ക് ലാസർ ഉറങ്ങുകയാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. അവർ പറഞ്ഞു, കർത്താവ് ഇപ്പോൾ പോകരുത്, നിനക്ക് മനസ്സിലാകുന്നില്ലേ, ഇവിടെ ആൾക്കാർ നിന്നെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണ്. ഈശോ അത് ഗവനിക്കാതെ, ഇപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം ഇതാണെന്ന് മനസ്സിലാക്കി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞാൻ അവിടെ അവൻ രോഗിയായിരുന്നപ്പോൾ ഇല്ലാതിരുന്നതിനെ ഓർത്ത് ഞാനിപ്പോൾ എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. കാരണം ഈശോയ്ക്കറിയാം, അവിടെ ചെന്നിട്ട് ഈശോ അവിടെ ഒരു മഹാത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. ചീഞ്ഞ് അഴുകിത്തുടങ്ങിയ ശരീരത്തിന് ജീവൻ തിരിച്ചെടുക്കാൻ പോവുകയാണ്. ഇവിടെ തോമാശ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്.
വരുവിൻ, നമുക്ക് പോകാം, നമുക്കും പോയി അവനോടൊപ്പം മരിക്കാം, അവനോടൊപ്പം മരിക്കുന്നതിന് വേണ്ടി നമുക്ക് പോകാം. ഈ മരിക്കുന്നതിന് വേണ്ടി പോകാം, അല്ലെങ്കിൽ നിൻ്റെ കൂട്ടത്തിൽ ചത്തുകളയാം എന്ന് പറയുന്നത് എവിടെയാണ്? അത് സ്നേഹത്തിൻ്റെ അതിശക്തമായ സാന്നിധ്യമുള്ളിടത്താണ് മരിക്കാൻ തയ്യാറ്. അതുകൊണ്ടല്ലേ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ മുന്തിരിച്ചെടികളെയും ശാഖകളെക്കുറിച്ചൊക്കെ ഈശോ പറഞ്ഞു വയ്ക്കുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, സ്നേഹിതന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഇവിടെ തോമാശ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം യഥാർത്ഥത്തിൽ ഒരു സ്നേഹത്തിൻ്റെ ഊഷ്മളതയെക്കുറിച്ചാണ്. ഈശോയോടുള്ള തോമാശ്ലീഹയുടെ ഒരു സ്നേഹത്തിൻ്റെ ഊഷ്മളതയാണ് സത്യത്തിൽ ഈ വചനഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈശോയുടെ വേറൊരു കാര്യമുണ്ട്, അതായത് ശാഠ്യത്തിന് മുൻപിൽ തോറ്റുകൊടുക്കുന്നൊരു ദൈവം. ശാഠ്യം പിടിക്കുന്നവന് മുമ്പിൽ സാധാരണ മാതാപിതാക്കന്മാർ, നിങ്ങളിൽ ധാരാളം പേര് മാതാപിതാക്കന്മാരായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളായിട്ടും ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? സാധാരണഗതിയിൽ ഒരു ചെറിയ കുട്ടി ശാഠ്യം പിടിച്ചാൽ അത് അവന് നാശകരമായിട്ടൊരു കാര്യം അല്ലെങ്കിൽ അപ്പനും അമ്മയും വഴങ്ങിക്കൊടുക്കും. എന്നിട്ട് അവനെ ജയിപ്പിച്ചെടുക്കും അവിടെ. എന്നതുപോലെ നമ്മളിവിടെ കാണുന്ന ഒരു കാര്യം എന്താ? ഈശോ സത്യത്തിൽ ആ തോമാശ്ലീഹയ്ക്ക് വേണ്ടി മാത്രം പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് ആ വചനഭാഗത്ത് നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കുക. എന്താണെന്നറിയാമോ? അവിടെ വന്നു ഈശോ ഫസ്റ്റ് ഒരു ഗ്രീറ്റിംഗ് കൊടുത്തു, നിങ്ങൾക്ക് സമാധാനം. അത് ഈശോയുടെ തനി സ്വഭാവമാണ്. എവിടെ പ്രത്യക്ഷപ്പെട്ടാലും ഈശോ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. അതിനുശേഷം വേറെ ആരോടൊന്നും മിണ്ടാതെ നേരെ തോമാശ്ലീഹയെ വിളിക്കുകയാണ്. നിനക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു പരാതി, നീ ഒരു ശാഠ്യം പറഞ്ഞില്ലേ, നീ എന്നെ കണ്ട് എന്നെ തൊട്ട് എൻ്റെ മുറിവുകളെ അനുഭവിച്ചാലേ നിനക്ക് വിശ്വാസം വരുവുള്ളെന്ന്, എന്നാലേ നീ എന്നെ അങ്ങോട്ട് സ്വീകരിക്കുള്ളെന്ന്, ഇതാ നീ പറഞ്ഞ പോലെ ഞാൻ വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈശോയോട് ശാഠ്യം പിടിക്കുന്നതും ഈശോയെ സ്നേഹിക്കുന്നതും. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ശിഷ്യന്മാർ എമ്മാവുസിലേക്ക് പോയ വഴിക്ക് ഈശോ കൂടെ നടന്നു. അവർക്ക് മനസ്സിലായില്ല ആരാണെന്ന്. പക്ഷേ കുറേ അങ്ങ് എത്തിക്കഴിഞ്ഞു. അവസാനം എമ്മാവുസിലേക്ക് എത്താൻ അടുത്തു. അധികം ദൂരമില്ല, സന്ധ്യയായി. അവർ താമസിക്കാൻ വേണ്ടി കയറി. പക്ഷേ ഈശോ ഭാവിച്ചു, അവിടെ എഴുതിയിരിക്കുകയാണ്, അഭിനയിച്ചു. ഈശോ ഞാൻ പോവുക, എന്നെ പിടിക്കില്ല, ഞാനിപ്പോൾ പോകും. ഈശോ അങ്ങ് അഭിനയിച്ചു, ഒരു ഭാവന, ഒന്ന് ഭാവിക്കുകയാണ്. അപ്പോഴത്തേക്കും ശിഷ്യന്മാർ പറഞ്ഞു, ഇത്രയും നേരം നീ ഞങ്ങളുടെ കൂട്ടത്തിൽ നടന്നപ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേക അഭിഷേകം ഫീൽ ചെയ്തു, അതുകൊണ്ട് പോയേക്കരുതേ, ഞങ്ങളുടെ കൂടെ വസിക്കണം. നിർബന്ധിച്ചു, ശാഠ്യം പിടിച്ചു. അപ്പോൾ ഈശോ അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് അവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തോട് ശാഠ്യം പിടിക്കുന്നവരാവണം. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചില നിർബന്ധപ്പെടുത്തലുകൾ നമ്മൾ ഈശോയുടെ മേൽ ചുമത്തണം. എന്നാലേ നമുക്ക് സത്യത്തിൽ ഈശോയുടെ ഒരു കൂടുതൽ ആഴത്തിലുള്ള സ്നേഹാനുഭവത്തിലേക്ക് വളരാൻ പറ്റുള്ളൂ. വിശുദ്ധ ഫൗസ്തീനാമ്മയുടെ ഡയറിയിൽ ഒരു സംഭവമുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാം. അതെങ്ങനെയാണ്? വിശുദ്ധ ഫൗസ്തീന ഒരു ദിവസം ഫൗസ്തീനാമ്മ അവിടുത്തെ ഗാർഡനിൽ പോയി പൂക്കൾ പറിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, അവിടെ അന്നേ ദിവസം ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ഈ ഗസ്റ്റിന് വേണ്ടിയിട്ട് അവിടെ പാർലർ ഒരുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ സ്വീകരണ മുറിയുണ്ടല്ലോ, അവിടെ ഒരു ബൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഫൗസ്തീനാമ്മ അത് അവിടെ കളക്ട് ചെയ്യുന്നത്. ഈ പൂവും പറിച്ചുകൊണ്ട് ഫൗസ്തീനാമ്മ പോർട്ടിക്കോയിലൂടെ കയറി അങ്ങനെ ഉള്ളിലേക്ക് കയറാൻ പോർട്ടിക്കോയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈശോ അവിടെ നിൽപ്പുണ്ട്. നമുക്കറിയാമല്ലോ, ഫൗസ്തീനാമ്മയ്ക്ക് ഈശോ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടും. ഫൗസ്തീനയ്ക്ക് ഈശോയെ നേരിട്ട് കാണാൻ പറ്റുമായിരുന്നു, ഈശോയോട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഈശോ പോർട്ടിക്കോയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഫൗസ്തീനാമ്മ ഇങ്ങനെ നോക്കിയപ്പോൾ ഈശോ പറഞ്ഞു, മോളെ, ആർക്കു വേണ്ടിയിട്ടാണ് നീ ഈ പൂവും പറിച്ചുകൊണ്ട് പോകുന്നത്? ആർക്കു വേണ്ടിയിട്ടാണ് നീ ഈ പൂവും പറിച്ചുകൊണ്ട് പോകുന്നത്? ഇത് ചോദിച്ചപ്പോൾ ഫൗസ്തീനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയാമോ? തലേ ദിവസം ചാപ്പൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഫൗസ്തീനാമ്മ ഇതേ ഗാർഡനിൽ നിന്ന് പൂ പറിച്ചതാണ്. ചാപ്പലിൻ്റെ ചാർജും ഫൗസ്തീനാമ്മയ്ക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഗാർഡനിൽ നിന്ന് പൂ പറിച്ചു കൊണ്ടുപോയി ചാപ്പൽ അറേഞ്ച് ചെയ്തു. ഈശോയ്ക്ക് വേണ്ടിയിട്ട് ബൊക്കെ അറേഞ്ച് ചെയ്യുന്നതാണ് സത്യത്തിൽ ചാപ്പലിൽ നമ്മൾ ബലിപീഠത്തിന് ചുറ്റും വയ്ക്കുന്ന പൂക്കൾ. എന്നാൽ ഇന്ന് ഒരു ഗസ്റ്റ് അവിടെ വന്നപ്പോൾ ആ ഗസ്റ്റിനോട്, ആ കമ്മ്യൂണിറ്റിക്കും ഒരുപക്ഷെ ഫൗസ്തീനാമ്മയ്ക്കും ഉള്ള പ്രത്യേക സ്വാതന്ത്ര്യവും സ്നേഹവും കണക്കിലെടുത്ത് ഫൗസ്തീനാമ്മ ആ ഗാർഡനിലുള്ള ഏറ്റവും നല്ല പൂവ് അത് അന്വേഷിച്ച് കണ്ടെത്തി വളരെ ശുഷ്കാന്തിയോടുകൂടി ആ പൂ മുറിച്ചുകൊണ്ട് വന്നു. ഈശോ ചോദിക്കുകയാണ്, ഈശോ ആ ചോദിച്ചതിന് അർത്ഥം ഇതാണ്, ഇന്നലെ നീ എൻ്റെ അൾത്താരയിൽ വെക്കാൻ ഒരു പൂ അന്വേഷിച്ചപ്പോൾ ഇത്രമാത്രം ശുഷ്കാന്തി കണ്ടില്ലല്ലോ, ഇപ്പം നിനക്കിഷ്ടപ്പെട്ട ഒരാൾ വന്നപ്പോഴത്തേക്കും നീ ഇത്രമാത്രം തീഷ്ണതയോടുകൂടി പൂ പറിച്ചുകൊണ്ട് ആർക്കു വേണ്ടിയിട്ടാണ് നീ പൂവും കൊണ്ടുപോകുന്നത്? ഫൗസ്തീനാമ്മ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അത് കേട്ട മാത്രയിൽ എൻ്റെ ഹൃദയത്തിൽ വലിയ ഒരു തിരിച്ചറിവുണ്ടായി. ഞാൻ സ്നേഹിക്കുന്ന ഈശോ എൻ്റെ സ്നേഹം എത്രമാത്രം ആഗ്രഹിക്കുന്നു.
ഒരുപക്ഷെ ഞാൻ ഈ ഈശോയെ സ്നേഹിക്കുന്നതിനേക്കാൾ അല്പം കൂടുതൽ ഈ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അവിടെ വരുന്ന ആ ഒരു ഗസ്റ്റിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടോ താല്പര്യം കാണിച്ചതുകൊണ്ടോ ഞാൻ എൻ്റെ പൂ തിരഞ്ഞെടുക്കുന്നതിൽ ഞാൻ കൂടുതൽ തീക്ഷ്ണത, ശുഷ്കാന്തി കാണിച്ചു. അത് ഈശോയെ വേദനിപ്പിച്ചു. ഈശോ വന്ന് ചോദിക്കുകയാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഇത് പറിച്ചുകൊണ്ട് പോകുന്നത്? ഫസ്റ്റ് തന്നെ പറയുകയാണ്, അപ്പോൾ തന്നെ ഞാൻ ആ പൂ നിലത്തിട്ടിട്ട് നേരെ സക്രാരിയുടെ മുൻപിലേക്ക് ഓടി. എന്തിനു വേണ്ടിയാ? ഈശോയോട് നന്ദി പറയാൻ. ഈശോയെ, അങ്ങയുടെ സ്നേഹം എത്രയോ വലുതാണ്, അങ്ങ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, അങ്ങ് എന്നിൽ നിന്ന് എത്രമാത്രം സ്നേഹം ആഗ്രഹിക്കുന്നു. ഈ തിരിച്ചറിവാണ് അങ്ങ് എനിക്കിന്ന് പോർട്ടിക്കോയിൽ വെച്ച് തന്നത്. ഇതിന് നന്ദി പറയാൻ വേണ്ടി ഫൗസ്തീനാമ്മ പോയി സക്രാരിയുടെ മുമ്പിലിരുന്ന് കുറേ നേരം ഈശോയെ നന്ദി പറഞ്ഞ് സ്തുതിച്ചെന്നാണ് ഫൗസ്തീനാമ്മയുടെ ഡയറിയിൽ ഞാൻ വായിച്ച സംഭവത്തിലുള്ളത്. സഹോദരങ്ങളെ, എത്ര നിഷ്കളങ്കമായിട്ട്, എത്ര ഒരു പക്ഷേ ബാലിശമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈശോ നമ്മുടെ സ്നേഹം ആഗ്രഹിക്കുന്നത്. ഇവിടെ തോമാസ് ലീഹ ഒരു സ്നേഹത്തിൻ്റെ ശാഠ്യം ഈശോയുടെ അടുത്ത് കാണിച്ചപ്പോൾ ഈശോ ഓടി വരികയാണ്. സ്നേഹമുള്ള അപ്പൻ കുഞ്ഞിൻ്റെ ശാഠ്യത്തിന് മുൻപിൽ മുട്ടുകുത്തി നിന്ന് ആ കുഞ്ഞിനെ സന്തോഷിപ്പിക്കുന്നത് പോലെ തോമാസ് ലീഹയുടെ ശാഠ്യത്തിന് മുമ്പിൽ കർത്താവ് ഇറങ്ങി വരികയാണ്. സത്യത്തിൽ ഈ ഒരു സംഭവം സ്നേഹത്തിൻ്റെ പ്രഖ്യാപനമായിട്ടാണ്, വിശ്വാസ പ്രഖ്യാപനമാണ് തീർച്ചയായിട്ടും. രണ്ടാമത്തെ ഭാഗത്തിൽ വിശ്വാസ പ്രഖ്യാപനമുണ്ട്. പക്ഷേ ആദ്യത്തെ ഭാഗത്തിൽ അത് സംശയത്തിൻ്റെ പ്രകടനം എന്ന് വിളിക്കാൻ എനിക്ക് സങ്കടമുണ്ട്. അത് സ്നേഹത്തിൻ്റെ പ്രഖ്യാപനമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഈശോയെ അനുഭവിക്കണം എന്ന ഒരു ശാഠ്യം പിടിക്കുന്ന തോമാസ് ലീഹ. ആ തോമാസ് ലീഹയുടെ മക്കളാണ് നമ്മളെന്ന് പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കണം. വെറുതെ അഭിമാനിച്ചാൽ പോരാ, ഈശോയെ സ്നേഹിക്കണം. ഈശോയെ സ്നേഹിക്കണം. ശാഠ്യം പിടിക്കുന്ന, ഈശോയെ നിർബന്ധിക്കുന്ന ഒരു സ്നേഹം നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകണം. സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ ഈശോയുടെ ഈ പ്രത്യക്ഷപ്പെടലിൽ നമ്മൾ കാണുന്ന വേറൊരു കാര്യമുണ്ട്. ഈശോ വന്ന് പറഞ്ഞു, തോമാസ് വരിക. അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈശോ സമ്മതിച്ചു കൊടുത്തു. അവിടെ ഈ തോമാസ് ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. വിശ്വാസ പ്രഖ്യാപനം, വിശുദ്ധ തോമാസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമെന്ന് നമ്മൾ ധാരാളം കേട്ടിരിക്കുന്ന, ധാരാളം പ്രസംഗിക്കുന്ന വിഷയമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് തോമാസ് ലീഹ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചത്? വേറെ എന്തെങ്കിലും വിളിച്ചു? എൻ്റെ ഈശോയെ എന്ന് വിളിച്ചാൽ പോരായിരുന്നോ? എൻ്റെ സുഹൃത്തെ എന്ന് വിളിച്ച്, എൻ്റെ ഗുരു എന്ന് വിളിച്ചാൽ പോരായിരുന്നോ? അങ്ങനെയൊന്നും അല്ല ഈശോ തോമാസ് ലീഹ വിളിച്ചത്. തോമാസ് ലീഹ പറഞ്ഞത് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. കർത്താവ് എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്കറിയാമോ? മോശയ്ക്ക് സ്വയം വെളിപ്പെടുത്തിയ സ്രഷ്ടാവായ ദൈവം തനിക്ക് തന്നെ ഇട്ട പേരാണ് കർത്താവ്. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുക. നിൻ്റെ പേരെന്താണ്? നീ എന്നെ അവരുടെ അടുത്തേക്ക് അയക്കുമ്പോൾ ഞാൻ അവരോട് എന്തു പറയും? ആരയച്ചെന്ന് പറയും എന്ന് ചോദിച്ചപ്പോൾ കർത്താവ്, സർവശക്തനായ ദൈവം ആദ്യം പറഞ്ഞു എർഗോ ഏമി എന്ന് പറഞ്ഞില്ലേ, അതായത് ഞാൻ ആകുന്നവൻ ആകുന്നു. മലയാളത്തിൽ POCയിൽ എഴുതിയിരിക്കുന്നത് ഞാൻ തന്നെ എന്നാണ്. പക്ഷേ അത് ഞാൻ ആകുന്നവൻ ആകുന്നു. അത് മോശയ്ക്കൊന്നും മനസ്സിലായില്ല. മോശയ്ക്ക് നല്ലത് അത് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ കർത്താവ് കുറച്ചും കൂടെ താഴ്ന്നു വന്ന് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് തൻ്റെ പേര് വെളിപ്പെടുത്തി. പേരില്ലാത്തവൻ, മണമില്ലാത്തവൻ, ഗുണം പ്രത്യേകിച്ച് മെറിറ്റ്സ് ഇല്ലാത്തവൻ, അനാദിയായവൻ, ആരും സൃഷ്ടിക്കാത്തവൻ, ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞത്. എനിക്ക് പേരില്ല. പക്ഷേ മോശ പറയുകയാണ്, ഇതൊന്നും ആർക്കും മനസ്സിലാകില്ല, എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? എന്നാൽ ഞാൻ എൻ്റെ പേര് പറയാം. ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവാണ്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവ്. ഇത്രയും കാലം നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ച സ്രഷ്ടാവായ ദൈവം, ആദത്തെയും ഹവ്വയും സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ മുഴുവൻ വചനത്താൽ സൃഷ്ടിച്ച ആ ദൈവമാണ് ഞാൻ എന്ന് പറഞ്ഞ് ദൈവമായ സർവശക്തനായ സ്രഷ്ടാവ് സ്വയം ഇട്ട പേരാണ് കർത്താവ്, അഥവാ യാഹ്വേ, ദ ലോർഡ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ തോമാസ് ലീഹ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല, മറിച്ച് അവിടെ മോശയ്ക്ക് വെളിപ്പെടുത്തിയ സകലത്തിൻ്റെ സ്രഷ്ടാവായ അതേ ദൈവമാണ് ഇവിടെ മനുഷ്യരൂപം സ്വീകരിച്ച് എൻ്റെ മുൻപിൽ നിൽക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൻ്റെ വെളിച്ചമാണ് സത്യത്തിൽ തോമാസ് ലീഹയ്ക്ക് കിട്ടിയത്. അതുകൊണ്ട് തോമാസ് ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവേ. അത് എല്ലാ യഹൂദനും, കർത്താവേ എന്നുള്ള വാക്ക് കേട്ടാൽ എല്ലാ യഹൂദനും അറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഇനി എൻ്റെ ദൈവമേ
ഞാൻ വിശ്വസിക്കുന്നത് അത് വിജാതീയർക്ക് വേണ്ടിയുള്ളൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. കാരണം എന്താ? കർത്താവ് എന്ന് പറഞ്ഞാൽ വിജാതീയന് മനസ്സിലാകാത്ത ഒരു ഭാഷയാണ്. അദോനായ് അല്ലെങ്കിൽ യാഹ്വേ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക്, വിജാതീയർക്ക്, യഹൂദ സംസ്കാരത്തിലും വിശ്വാസത്തിലും ഇല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അതിനോട് ചേർത്ത്, ഈ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് തോമാസ് ശ്ലീഹ പറയുകയാണ്, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവം, ഏകസത്യ ദൈവം എന്ന് ഉദ്ദേശിക്കുന്ന അതേ വാക്ക്. സഹോദരങ്ങൾ, ഇവിടെ വിശുദ്ധ തോമാസ് ശ്ലീഹ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്നല്ല, മറിച്ച് സർവശക്തൻ ആരാണെന്ന്, ഈശോ ആരാണെന്ന് ഹൃദയത്തിൽ മനസ്സിലാക്കി ശരീരത്തിൽ അനുഭവിച്ച് ആത്മാവിൻ്റെ നിറവിൽ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞു. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 10-ാമത്തെ അധ്യായം, അവിടെ വചനം പറയുകയാണ്, 9-ാമത്തെ തിരുവചനം, യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എപ്പോഴാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്? നമ്മൾ രക്ഷ പ്രാപിക്കുന്നതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അധരം കൊണ്ട് യേശു കർത്താവാണെന്ന് ഏറ്റുപറയണം. ഹൃദയത്തിൽ നീ വിശ്വസിക്കണം യേശുവിനെ, കർത്താവായ ഈശോയെ പിതാവായ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചു എന്ന്. അപ്പോൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് ആദ്യമാണ്, പിന്നീടാണ് നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറയുന്നത്. ആദ്യം ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇതാരാണ്? ഇവൻ രക്ഷകനാണ്, ഈശോ കർത്താവാണ്, ഈശോ ദൈവമാണ്, ഈശോ രക്ഷകനാണ്, അവിടുന്ന് കുരിശിൽ മരിച്ചു. കുരിശിൽ മരിച്ച ഈശോയെ പിതാവായ ദൈവം ഉയിർപ്പിച്ചു. ഈ ഒരു യാഥാർത്ഥ്യം, ഈ ഒരു സത്യം നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് നമ്മളത് അധരം കൊണ്ട് പറയണം, ഈശോയെ അങ്ങ് രക്ഷകനാണ്, അങ്ങ് കർത്താവാണ്, അങ്ങ് ദൈവമാണ് എന്ന അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും. ഇത് തോമാസ് ശ്ലീഹ ഏറ്റുപറഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. മൊത്തത്തിൽ ആ ഒരു സംഭവം നമ്മളൊന്ന് വ്യാഖ്യാനിച്ചാൽ, അത് മനസ്സിലാക്കിയാൽ, സഹോദരങ്ങളെ, എന്താണ് ആ ഒരു സംഭവത്തിൽ മുഴുവൻ കാണുന്നത്? തോമാസ് ശ്ലീഹ ശാഠ്യം പിടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഈശോ മരിച്ചുയർത്തിയ ഈശോ തന്നെയാണ്, പ്രത്യക്ഷപ്പെട്ടവൻ മരിച്ചുയർത്തിയ ഈശോ തന്നെയാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കാനുള്ള തോമാസ് ശ്ലീഹായുടെ അതിതീക്ഷ്ണമായ ഒരു ആഗ്രഹമാണ് നമ്മളവിടെ കാണുന്നത്. എന്താ മരിച്ചുയർത്തിയ ഈശോയുടെ പ്രത്യേകത? എന്താ? ആ ഈശോയ്ക്ക് മരണത്തിൻ്റെ പാടുകളുണ്ടാവും. അല്ലെങ്കിൽ ആർക്കും ദൈവപുത്രൻ്റെ അല്ലെങ്കിൽ ഈശോയുടെ രൂപം ധരിച്ച് വരാൻ പറ്റില്ലേ? മാലാഖമാരുടെ രൂപം ധരിച്ച് പിശാച് വരുന്നുണ്ടെന്നതിനെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്നില്ലേ? ദൂതന്മാരുടെ രൂപം ധരിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ആർക്കും ഒരു ക്രിസ്തു രൂപം അല്ലെങ്കിൽ ഒരു ഈശോയുടെ രൂപം ധരിച്ച് വരാൻ പറ്റും. എന്നാൽ കുരിശിൽ മരിച്ച ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, 8 ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ 10 ദിവസങ്ങൾക്ക് മുൻപ് കുരിശിൽ മരിച്ച അതേ ഈശോയാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ആ ഈശോയ്ക്ക് ഒരടയാളം ഉണ്ടാവും. അതാണ് തിരുമുറിവുകളുടെ അടയാളം. ഈ അടയാളം കണ്ടാൽ മാത്രമേ ഉദ്ധിതനെ വിശ്വസിക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ പറയാറില്ലേ, ചിത്രങ്ങൾ ഉദ്ധാനം ചെയ്ത് ക്രിസ്തുവിൻ്റെ ചിത്രം അല്ലെങ്കിൽ കരുണയുടെ ചിത്രത്തിലൊക്കെ ഈശോയുടെ തിരുമുറിവുകളുണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ അത് ഈശോയുടെ യഥാർത്ഥ ചിത്രമായിരിക്കണമെന്നില്ല എന്ന്. കാരണം എന്താ? ഉദ്ധാനം ചെയ്തവൻ്റെ ശരീരത്തിൽ സ്വർഗം നിക്ഷേപിച്ചിരിക്കുന്ന ഉദ്ധാനത്തിൻ്റെ അടയാളമാണ് തിരുമുറിവുകൾ. അതുകൊണ്ട് തോമാസ് ശ്ലീഹ യഥാർത്ഥത്തിൽ പറഞ്ഞത് എന്താ? ഈ തിരുമുറിവുകൾ എനിക്ക് കാണിച്ചു തരണം. ഈ തിരുമുറിവുകൾ കണ്ടിട്ട് ഈ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നവൻ യേശു തന്നെയാണ്. നമ്മുടെ കൂട്ടത്തിൽ കഴിഞ്ഞ 3 വർഷങ്ങൾ ജീവിച്ച, 33 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ജനിച്ച അതേ യേശു തന്നെ, കാൽവരിയിൽ ഞങ്ങൾ മരിക്കുന്നതായി കണ്ട അതേ യേശു തന്നെ, കാൽവരിയുടെ അടുത്തുള്ള ആ ഒരു കല്ലറയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തപ്പെട്ട അതേ ഈശോ തന്നെയാണ് ഇപ്പോൾ ഉദ്ധാനം ചെയ്തു വന്നിരിക്കുന്നത്. എനിക്ക് കാണണം, എൻ്റെ ഹൃദയത്തിൽ എനിക്കത് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ ഞാനത് അംഗീകരിക്കൂ. അങ്ങനെ കാണാൻ പറ്റിയാൽ മാത്രമേ എനിക്കത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇത്രയോ സുന്ദരമായ ഒരു ശാഠ്യം, അതിൻ്റെ കൂടെ തന്നെ വിശ്വാസത്തിൻ്റെ ഒരു ആഴപ്പെടൽ. സഹോദരങ്ങളെ, ഇങ്ങനെ ഉദ്ധിതനെ കണ്ട് അവൻ്റെ മുറിവുകളെ തൊട്ട് അത് മനസ്സിലാക്കി അനുഭവിച്ച് ഹൃദയത്തിൽ കൊണ്ടു നടന്നാലുണ്ടല്ലോ, നമ്മുടെ അധരം തന്നെ വിളിച്ചു പറയും, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, തോമാസ് ശ്ലീഹയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട, ചെറിഷ് ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഈശോയെ തൊട്ടനുഭവിക്കാൻ എനിക്ക് പറ്റണം. ഈശോയെ തൊട്ടനുഭവിക്കാൻ എനിക്ക് പറ്റണം. അത് ഈശോയുടെ ദിവ്യ സാന്നിധ്യമായി, ഈശോയുടെ ഇടപെടലുകളായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ പറ്റണം.
അതെപ്പോഴും ഒരു അത്ഭുതവും ഒരു ദർശനവുമായിരിക്കണം നിർബന്ധമില്ല. അനുദിന ജീവിതത്തിൽ ഞാൻ എൻ്റെ ഈശോയുടെ സ്നേഹത്തെ തൊട്ടനുഭവിക്കണം. അങ്ങനെ വിശ്വാസത്തിൽ വളരാൻ എനിക്ക് സാധിക്കണം. നമുക്ക് ഈ സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടയ്ക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങ് എത്രയോ കാരുണ്യവാനാണ്. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ശാഠ്യത്തിന് മുമ്പിൽ അങ്ങ് ഇറങ്ങി വന്നല്ലോ. എന്ന് മാത്രമല്ല, അങ്ങയുടെ തിരുമുറിവുകളെ കണ്ട് അങ്ങയെ ആഴത്തിൽ ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ വിശുദ്ധ തോമാസ് ശ്ലീഹായ്ക്ക് അങ്ങ് ഒരു അനുഭവം കൊടുത്തല്ലോ. അതിൻ്റെ തികവിൽ നിന്നാണല്ലോ ആ പുണ്യ അപ്പസ്തോലൻ തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചത്. ആ വിശ്വാസത്തിൻ്റെ കിരണങ്ങളാണല്ലോ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. അതിൻ്റെ അനുഭവമാണല്ലോ ഞങ്ങളിപ്പോൾ തലമുറകളായി കൊണ്ടു നടക്കുന്നത്. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വിശ്വാസം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന, വിശ്വാസത്യാഗത്തിൻ്റെ ആത്മാവ് ബാധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ പത്രോസ് ശ്ലീഹായ്ക്കും പൗലോസ് ശ്ലീഹായ്ക്കും തോമാസ് ശ്ലീഹായ്ക്കും അപ്പസ്തോലന്മാർക്ക് ഓരോരുത്തർക്കും കൊടുത്ത വിശ്വാസ തീക്ഷ്ണത ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.